ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ നാത്തൂൻ്റെ വീട്ടുകാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊരു ചടങ്ങുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ വിരിത്ര അങ്ങനെ എന്തോന്ന് പറഞ്ഞൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അതിനവർ വരികയാണ്. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിലേക്ക് വന്നിക്കാണ്. അപ്പോൾ അതും അവിടെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് വരുന്നവരും പിന്നെ ഞങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അമ്മ ഇവിടെ ഫുഡിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ബീഫ് ഇതാ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മേൻ്റെ ബീഫ് വരട്ടിയത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇതാ ഇവിടെ ബിരിയാണിക്കുള്ള പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള മറ്റേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. താത്തിയിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും താത്തി ഇങ്ങനെ ഇവിടെ എല്ലാവരും മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു പരിപാടിയാണ്. അവർ വരുന്നവർക്ക് നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് താത്തിയിട്ടും വന്നിട്ടോ. അപ്പോൾ അവർ വരുന്ന വഴിക്ക് ഈ കരിമ്പനത്തേങ്ങൻ്റെ മറ്റേ നങ്കില്ലേ, നങ്കെന്നൊന്നും പറയാം, അത് കണ്ടിട്ട് അത് വാങ്ങിയിട്ടോ. അപ്പോൾ കുറേ ആയി അതിന് ആഗ്രഹം, പക്ഷെ കാണാറില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ കുറേ ആയി ആഗ്രഹിച്ചിരിക്കും പറഞ്ഞിട്ട് അത് കഴിക്കണ തിരക്കാണ് കേട്ടോ. അപ്പോൾ അത് ഗർഭിണിയാണ്. അപ്പോൾ അതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അത് കഴിക്കല്ല ആക്രാന്താണ് അവിടെ കാണുന്നത്. ആരെയും ആ ഭാഗത്ത് കടുപ്പിക്കണുണ്ടായില്ല കേട്ടോ. കുറേ നാളായി ഇതിനെ ആഗ്രഹിച്ചിരിക്കാമെന്നും പറഞ്ഞങ്ങാണ്ട് വന്ന പാടെ അത് കഴിക്കാൻ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്കും ഇത് കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഗർഭിണികൾക്ക് മാത്രമല്ല എന്ന് പറഞ്ഞങ്ങാണ്ട് ഞങ്ങളും കഴിക്കാൻ ഉറപ്പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കായാലും ഇഷ്ടമാണല്ലേ കരിമ്പനത്തേങ്ങനെ മറ്റേ നങ്ക എന്ന സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവം. ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കരിമ്പനത്തേങ്ങൻ്റെ കുറച്ച് സമയത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ബിരിയാണീൻ്റെ പ്രിപ്പറേഷനിലേക്ക് വന്നു. അപ്പോൾ ഇതാ ഉള്ളി പൊരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും കുറച്ച് അധികം ഉള്ളി പൊരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ചോറിൻ്റെ മുകളിലിടണം, അതേപോലെ മസാലയ്ക്കും വേണം കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് ഈ പൊരിച്ചുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ പൊരിച്ചുള്ളി മസാലയ്ക്ക് ഇടുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം, നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ പൊരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിക്കുന്നത് താത്തയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെക്കാട്ടിലും ചിക്കൻ പൊരിക്കണ ടേസ്റ്റ് കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ, അത് അവൾക്കാണ് കേട്ടോ. അപ്പോൾ അവൾ കാത്തു നിൽക്കുകയായിരുന്നു ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ മസാലേൻ്റെ പരിപാടിയായിട്ടോ. അപ്പം അതാ ബീഫിലേക്കും അതേപോലെ ബിരിയാണിയിലേക്കൊക്കെ ഉള്ള മസാല നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും വരികയെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് തിരക്കാക്കാറല്ലേ. അപ്പോൾ ഉച്ചക്ക് നമുക്ക് ഭക്ഷണം ആയിക്കിട്ടും വേണ്ടേ. അപ്പോൾ ബിരിയാണീൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾ ഇവിടെ ഒരു ഓട്ടോക്കാരൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോക്കാരൻ എന്തോ വാങ്ങണമെന്നും പറഞ്ഞങ്ങാണ്ട് താത്ത പോയിക്കണോ, അതിൻ്റെ പിന്നാലെ ഞാനും പോകും കേട്ടോ. നമുക്കിത് കാണാനൊരു രസമല്ലേ അല്ലേ, ഈ മാക്സിം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനൊരു രസമല്ലേ. അപ്പം ഞാനും അവിടെ കൂടെ പോയിട്ടോ. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങളവിടെ വരാറുണ്ട്. ശരിക്കും വെറുതെ അങ്ങനെ നോക്കിയിരിക്കാനൊരു രസം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ അമ്മ ഏറ്റെടുത്തിട്ടോ. അപ്പോൾ ശേഷതാ നമ്മൾ വരുന്നവർക്ക് വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മുന്തിരി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അടിപൊളി മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക, നല്ല ടേസ്റ്റാണ്. നമുക്ക് വൈൻ കുടിക്കൂലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായി കിട്ടും. അപ്പോൾ കാണാത്തവരൊക്കെ നിന്ന് കാണുക. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ പൊടിച്ചിട്ടോ. ശേഷം ഞങ്ങൾ ചിക്കൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നല്ല ടേസ്റ്റാണല്ലേ. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക.
അപ്പോൾ ഫുഡൊക്കെ റെഡിയായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത് മുന്തിരി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ മുന്തിരി ജ്യൂസാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്തിട്ടോ. പിന്നെ ഉച്ച ടൈമിൽ ഭക്ഷണം കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചതാ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനും ബീഫും മന്തി സലാഡും അച്ചാറും ബിരിയാണിയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടേബിളിലേക്ക് കൊണ്ടുപോയി നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതിന് ശേഷം ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചതിന് തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഫുഡ് അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി ബിരിയാണി മന്തിയൊക്കെയാണ്. അപ്പോൾ അവർ വന്നപ്പോൾ കുറേ സ്വീറ്റ്സും ബേക്കറിയും അതേപോലെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് എന്തൊക്കെയാണെന്ന്. എന്നിട്ട് അവർക്ക് ഇതിൻ്റെ ഒരു ഭാഗം കൊടുത്തു വിടണം കേട്ടോ. അങ്ങനെ ഉണ്ടത്ര എനിക്കറിയില്ല. പാലക്കാട് ആ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു. നമ്മളവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് ബോക്സിൽ മൗസൂരി പാക്കാണ്. ഒരു വൈകുന്നേരം സമയം കിട്ടും. അപ്പോൾ അവരിതാ
പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാവർക്കും സലാമൊക്കെ പറഞ്ഞു അവർ പോവാണ്. അപ്പോൾ അവരൊക്കെ പോയിട്ട് അന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ 4 പേരും ഇങ്ങനെ ഒരുമിച്ച് ഇടയ്ക്കുള്ള ഉണ്ടാവാറ്, അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരം പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അവർ വാപ്പിയിട്ട് സീറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സീറ്റ് അടിക്കാൻ എളുപ്പമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ എന്നോട് അവർ സീറ്റ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടോ അച്ഛൻ. അപ്പോൾ പിന്നെ കയ്യോളം ഞാൻ തന്നെ തിരിച്ചു കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഞങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.